ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 21 ചൊവ്വാഴ്ചയാണ്. 3 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ വരുന്നു. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ US മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളും ഒരു മിക്സഡ് അവസ്ഥയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റിൽ ഒരു നേട്ടമുണ്ടാവാനുള്ള ഒരു കാരണമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ലോക്സഭാ ഇലക്ഷനുകളിലെ 4th ഫേസിലെ വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള വർധനവായിരുന്നു. ഇനി ഇന്നലെ കഴിഞ്ഞ 5th ഫേസിൽ 59% വോട്ടിംഗ് പെർസെൻറ്റേജ് ആയി രേഖപ്പെടുത്തിയത്. 2019 അത് 64.16%. നല്ല ഒരു ഇടിവ് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് മാർക്കറ്റ് നെഗറ്റീവായി റിയാക്ട് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്ന് സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. കമന്റ് ചെയ്യാനും ശ്രമിക്കുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയ വാർത്തകളിലേക്കാണ്. ആദ്യം 2024 സാമ്പത്തിക വർഷത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളെ പിന്തള്ളി സ്വകാര്യ ബാങ്കുകൾ അറ്റാദായത്തിൽ ഉയർന്ന കുതിപ്പ് രേഖപ്പെടുത്തി. ഇന്ത്യൻ ബാങ്കുകൾ 2024 സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം കോടി രൂപയിലധികം അറ്റാദായം രേഖപ്പെടുത്തി. സ്വകാര്യ ബാങ്കുകൾ ലാഭം വർഷം തോറും 41% വർദ്ധിപ്പിച്ചു. പൊതുമേഖലാ ബാങ്കുകൾ ലാഭം വർഷം തോറും 35% വർദ്ധിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലെ 26 ബാങ്കുകൾ 1.78 ലക്ഷം കോടി രൂപ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ 12 ബാങ്കുകൾ 1.41 ലക്ഷം കോടി രൂപയും അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. ഏതായാലും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്ത തന്നെയായിരുന്നു. അടുത്തതായി പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ടുകളിലേക്കാണ്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 6.5% വർധനമാണ് വന്നിരിക്കുന്നത്. 329.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 26.4% വർധനവ് വന്നിരിക്കുന്നു. 933.5 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് ട്രൈഡന്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 55% ഇടിവാണ് വന്നിരിക്കുന്നത്. 59 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ 130.7 കോടി രൂപ ആയിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായി വന്നിരുന്നത്. റവന്യൂവിൽ 7% വർധനമാണ് വന്നിരിക്കുന്നത്. 1682.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ 1573.3 കോടി രൂപയിലായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി അനുപം രസായനായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 45.5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 30.9 കോടി രൂപയിലാണ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത്. 56.7 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ നെറ്റ് പ്രോഫിറ്റ്. റവന്യൂവിൽ 16.4% ഇടിവാണ് വന്നിരിക്കുന്നത്. 401 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. 480 കോടി രൂപയായിരുന്നു ഇയർ ഓൺ ഇയറിൽ കഴിഞ്ഞ വർഷത്തെ റവന്യൂ ഉണ്ടായിരുന്നത്. മറ്റൊരു കമ്പനി ONGC ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 11,526.5 കോടി രൂപയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 3.8% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 0.7% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. 1,66,770.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഡിവിഡൻഡായി കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2.50 രൂപയാണ്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി IRFC ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 33.6% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 1717.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 4.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ഇന്ത്യ സിമൻസ് ആണ്. നെറ്റ് ലോസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 29.3 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 217.8 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ലോസ് അവർക്ക് വളരെ വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞു. റവന്യൂവിൽ 14.7% ഇടിവ് വന്നിരിക്കുന്നു. 1245.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1460.5 കോടി രൂപയായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ BHEL, ആസാദ് എഞ്ചിനീയറിംഗ്, DP അബൂഷൻ, എറിസ് ലൈഫ് സയൻസസ്, GPT ഹെൽത്ത് കെയർ, ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ്, ഇർക്കോൺ, ജിൻഡാൽ ഡ്രില്ലിംഗ്, JK ടയർ, ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ്, മഹാരാഷ്ട്ര സീംലെസ്, ഹിറ്റാച്ചി എനർജി ഇന്ത്യ, റെയ്റ്റ് ഗെയിൻ ട്രാവൽ ടെക്, വെൽപ്സൺ എന്റർപ്രൈസസ് എന്നീ കമ്പനികളുടേതാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ക്യാപിറ്റൽ, ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ബിർള സോഫ്റ്റ്, GMR എയർപോർട്ട് ഇൻഫ്ര, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, ഇന്ത്യ സിമൻസ്, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവിനെ കുറിച്ച് പറയാം. രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക.
ഒത്തിരിയേറെ എഫേർട്ടുള്ള ഒരു സെഷൻ തന്നെയാണ്. രാവിലെ 10 മണി മുതലാണ് നമ്മൾ ഈ സെഷൻ ആരംഭിക്കുന്നത്. ഇനി നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഉള്ള ഒരാഴ്ച തന്നെയാണ് ലോക്സഭാ ഇലക്ഷൻസ്, FOMC മീറ്റിംഗ് മിനിറ്റ്സ്, പിന്നെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഏർണിങ്സ് തുടങ്ങിയ ധാരാളം കാര്യങ്ങളാണ് ഈ ആഴ്ചയുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളിലേക്ക് ഒന്ന് പോകാം. തിങ്കളാഴ്ച ഇന്നലെയാണ് ഫെഡ് ചെയർ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നത്. മെയ് 21 ചൊവ്വാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ലഗാർഡയുടെ സ്പീച്ച്. മെയ് 22 ബുധനാഴ്ച FOMC മീറ്റിംഗ് മിനിറ്റ്സ് അന്നുണ്ട്. മെയ് 23 വ്യാഴാഴ്ച HSBC PMI ഫ്ലാഷ് മെയ് ഡാറ്റ വരുന്നുണ്ട്. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് അന്നേ ദിവസം തന്നെയാണ്. മെയ് 24 വെള്ളിയാഴ്ച ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റയും പുറത്തു വരും. തിങ്കളാഴ്ച പുറത്തു വന്ന റിസൾട്ടുകൾ ഓയിൽ ഇന്ത്യ, ONGC തുടങ്ങിയ കമ്പനികളുടേതാണ്. മെയ് 21 ചൊവ്വാഴ്ച വരുന്ന റിസൾട്ട് NMDC. മെയ് 22 ബുധനാഴ്ച പുറത്തു വരുന്ന റിസൾട്ടുകൾ ഗ്രാസിം, ജൂബിലിയന്റ് ഫുഡ് വർക്ക്സ് തുടങ്ങിയ കമ്പനികൾ. മെയ് 23 വ്യാഴാഴ്ച പേജ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ടാണ്. മെയ് 24 വെള്ളിയാഴ്ച ബോഷ്, ഹിൻഡാൽകോ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട്. ധാരാളം ഇവൻറ്റ്സ് ഉള്ള ഒരാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വോളറ്റാലിറ്റിയാണ് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുന്നത്. നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി 22,502 35 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 22,500 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് പോസിറ്റിവിറ്റി ആയി തന്നെ കാണാം. എന്തായാലും നിഫ്റ്റിയിൽ ഒരു പുൾ ബാക്ക് തന്നെയാണ് ലഭിച്ചത്. ഇന്ത്യ വിക്സ് കുറയും തോറും ഓൾ ടൈം ഹൈയിലേക്ക് നിഫ്റ്റി അടുക്കാനുള്ള സാധ്യതകളാണ് കൂടി വരുന്നത്. ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതും. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI ഉള്ളത് 56 റേഞ്ചിലാണ്. അതും പോസിറ്റീവായി തന്നെ കാണാം. ഇനി ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ നേട്ടമുണ്ടാക്കിയത് നെസ്ലെ ഇന്ത്യ, പവർ ഗ്രിഡ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്ക്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,400 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,400-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റിയും നേട്ടത്തോടെ തന്നെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ 48,199 എന്ന നിലയിൽ 222 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് 48,200 എന്ന ക്രൂഷ്യൽ ലെവലിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റി 48,200-ന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 48,200-ന് മുകളിലുള്ള ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയെ വീണ്ടും 49,000 എന്ന മാർക്കിലേക്കൊക്കെ കൊണ്ടുപോകാൻ സഹായിക്കുക. കൂടാതെ ബാങ്ക് നിഫ്റ്റി 21 ഡേ EMAയ്ക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇതും പോസിറ്റീവ് ഫാക്ടറായി തന്നെ കാണാം. കൂടാതെ ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. പക്ഷേ ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്റർ നെഗറ്റീവ് ക്രോസ് ഓവറിൽ തന്നെയാണുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000-ലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 48,000-ൽ തന്നെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക്. വീണ്ടും ഇന്ത്യ വിക്സ് 20-ന് മുകളിലായി തന്നെ നിൽക്കുന്നു. 20.52-ൽ 2.65% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ആപ്പിൾ. ഈ സ്റ്റോക്ക് നമ്മൾ പറയുന്നത് മെയ് 18, ഏപ്രിൽ 18 തുടങ്ങിയ തീയതികളിലാണ്. എൻട്രി എടുക്കുന്നത് 1038 എന്ന നിലയിലായിരുന്നു. 1175 ആണ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. എന്നാൽ 1198 വരെ അന്ന് സ്റ്റോക്ക് അപ്പായി. 13% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് കെയ്ൻസ് ആയിരുന്നു. ഏപ്രിൽ 26, മെയ് 14 തുടങ്ങിയ തീയതികളിൽ നമ്മൾ പറഞ്ഞിരുന്നു. എൻട്രി എടുക്കുന്നത് 2,579-ൽ എൻട്രി എടുത്തു. 2,558-ലും രണ്ടാമത് ഒരു എൻട്രി വന്നിരുന്നു. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 2,850 ആയിരുന്നു. എന്നാൽ 3,080 വരെയാണ് സ്റ്റോക്ക് അപ്പ് ആയത്. ഏകദേശം 15% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ട്രിവേണി ടർബൈൻസ് ആയിരുന്നു. മെയ് 8-നാണ് സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത്. എൻട്രി എടുക്കുന്നത് 572-ൽ 640 വരെ ആണ് നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. എന്നാൽ സ്റ്റോക്ക് 654 വരെ അപ്പായി. 12% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺസ് ആയിരുന്നു. മെയ് 9-നാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 2,925-ൽ 3,200 വരെയാണ് അപ്പായത്.
12% സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ആസ്ട്രൽ ആയിരുന്നു. മെയ് 13 എൻട്രി എടുത്തത്. കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 2220 എൻട്രി എടുത്തത്. 2352 വരെയാണ് അപ്പായത്. 5.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത ഒരു സ്റ്റോക്ക് BDL ആയിരുന്നു. ഏപ്രിൽ 24 2056 എൻട്രി എടുത്തു. സ്റ്റോക്ക് 2352 വരെ അപ്പായി. 5.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് IRFC ആയിരുന്നു. ഏപ്രിൽ 24 എൻട്രി എടുത്തു. 157.8 170.5 വരെയാണ് അപ്പായത്. അതായത് 7.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. F&O സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് PFC ആയിരുന്നു. 435 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് മെയ് 15 438 460 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 469 വരെ സ്റ്റോക്ക് അപ്പായി. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. ശനിയാഴ്ച FIS 92 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 152 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. വെള്ളിയാഴ്ച അവർ ബൈയിങ്ങിലേക്കൊക്കെ മടങ്ങി വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനി വരും ദിവസങ്ങളിലും FIS ബൈയിങ്ങിൽ തിരിച്ചു വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. US മാർക്കറ്റിലേക്ക് സമ്പദ് വ്യവസ്ഥയുടെ കൂൾ ഓഫ് മെയ് മാസത്തെ പണപ്പെരുപ്പ ആശങ്കകളെ ശാന്തമാക്കി. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നാസ്ഡാക്ക് 0.65% നേട്ടത്തിലും S&P 500 0.09% നേട്ടത്തിലും. ഡൗ ജോൺസ് ആണ് ഒരു നെഗറ്റീവിലേക്ക് പോയത്. 0.48% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ചരിത്രപരമായ ട്രെൻഡുകൾ ട്രാക്ക് ചെയ്യുമ്പോൾ സമാനമായ പുൾ ബാക്കുകൾ മുൻപ് ഉണ്ടായത് വലിയ റാലിയിലേക്ക് പോയതായി കാണുന്നുണ്ട്. S&P 500 കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ 4.16% ഇടിവാണ് S&P 500 മാത്രം രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിൽ 5.41% റിക്കവറിയും രേഖപ്പെടുത്തി. ഇപ്പോഴത്തെ US മാർക്കറ്റുകളുടെ ഒരു പുൾ ബാക്കിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സായി മാറിയിരിക്കുന്നത് ടെക്നോളജി, യൂട്ടിലിറ്റീസ്, റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളാണ്. ഏതായാലും US മാർക്കറ്റുകളുടെ ആ ഒരു പുൾ ബാക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. ഇനി ഈ ആഴ്ചയിലേക്ക് വന്നാൽ ഗവർണർ ക്രിസ്റ്റഫർ വാളർ, റിച്ചാർഡ് ഫെഡ് പ്രസിഡന്റ് ടോം ബാർക്കിൻ, റാഫേൽ ബോസ്റ്റിക് എന്നിവയുൾപ്പെടെ നിരവധി ഫെഡറൽ റിസർവ് സ്പീക്കർമാരുടെ പ്രസംഗങ്ങൾ നിക്ഷേപകർ നിരീക്ഷിക്കും. പലിശ നിരക്കിന്റെ ഭാവി പാതകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി നിക്ഷേപകർ ഉറ്റുനോക്കും. ഇന്ന് വരുന്ന ഒരു എക്കണോമിക് ഡാറ്റ നോൺ മാനുഫാക്ചറിംഗ് ഡാറ്റയാണ്. ഇതുകൂടാതെ ബുധനാഴ്ച എൻവിഡിയുടെ റിസൾട്ട് കൂടിയുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസും വിപ്രോയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.48% ഇടിവിലും HDFC ബാങ്ക് 0.48% തന്നെ ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. മേക്ക് മൈ ട്രിപ്പ് 3.71% നേട്ടം കൈവരിച്ചപ്പോൾ ഡോക്ടർ റെഡ്ഡി 0.56% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.04% നേട്ടത്തിൽ, S&P 500 0.03% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.04% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.05% നേട്ടത്തിൽ, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.35% നേട്ടത്തിൽ, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.35% നേട്ടത്തിലും, സ്റ്റോക്ക് 600 0.12% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഭൂരിഭാഗം സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയായിരുന്നു. ഇൻഡസ്ട്രിയൽ സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത് 0.96%. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ്, CAC എന്നിവ 0.02% ഇടിവിലും FTSE 0.04% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ US മാർക്കറ്റുകളിൽ ടെക് സ്റ്റോക്കുകൾ ഉയർന്നത് ഏഷ്യൻ മാർക്കറ്റുകൾക്ക് തുണയായി. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,608 എന്ന നിലയിലാണ്. 39 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയിൽ ഇന്നൊരു 60 മുതൽ 70 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ പോസിറ്റീവിൽ തന്നെയാണ് 0.32% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.13% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 0.40% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഓയിൽ പ്രൈസുകളിലേക്ക്. ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് ഇറാനിലെ പ്രശ്നങ്ങൾ സൂക്ഷ്മമായി ഇൻവെസ്റ്റേഴ്സ് വീക്ഷിക്കും. ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഇടിവുണ്ടായി. ബ്രന്റ് ഉള്ളത് $83.53 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഇടിവിലും.
WTA ഉള്ളത് 0.24% ഇടിവിൽ 79.11 എന്ന നിലയിൽ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആരും റെക്കമെൻഡേഷൻ ആയിട്ട് ഇത് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.